എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ന്യൂ ഇയറൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല അടിപൊളിയായിരിക്കട്ടെ. അപ്പോൾ ന്യൂ ഇയറൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് വരിക. അതുപോലെ തന്നെ ഞാൻ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ശിവഗിരി തീർത്ഥാടനം നടന്നിരുന്നല്ലോ 30, 31, 1 തീയതികളിൽ. അപ്പോൾ 1-ാം തീയതി, അതായത് ന്യൂ ഇയറിൻ്റെ അന്ന് ഞാൻ ശിവഗിരിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വഴിനീളെ നിറച്ച് ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഗുരുദേവൻ്റെ പ്രതിമ ഉള്ള സ്ഥലമൊക്കെ നന്നായിട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ലൈറ്റുകളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ദൂരെ നിന്ന് തന്നെ ഒരുപാട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ശിവഗിരിയിലെത്തി. കുറച്ച് ശിവഗിരിയിൽ അങ്ങ് ഫ്രണ്ട് വരെയും വണ്ടിയിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങ് കുറച്ച് ദൂരെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നടന്ന് പോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയൊരു ആൽമരമുണ്ട് ഫ്രണ്ടിൽ. അത് നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല ക്രൗഡായിരുന്നു, നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വഴിനീളെ ഇങ്ങനെ വഴിയോര കച്ചവടം, സ്വീറ്റ്സ്, പിന്നെ എന്താണ് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, കമ്മൽ, മാല, വള, ചെരുപ്പ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങോട്ടൊന്നും ഞങ്ങൾ കയറിയില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നു പോയപ്പോഴത്തേക്കും അതുവഴി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഈ ക്രൗഡിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു. ഒരു വല്ലായ്കയായിരുന്നു. പിന്നെ ഞാനങ്ങ് എടുത്തു. അകത്തേക്ക് കയറുമ്പോഴത്തേക്കും നിറച്ചും മഞ്ഞ തോരണങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കുറച്ച് പറമ്പാണ് കേട്ടോ, കുറേ കടകൾ മാത്രമുള്ള സ്ഥലമാണ് നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി പോകണം, ഗുരുദേവൻ്റെ സമാധി സ്ഥലത്തോട്ടൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ ഞാനും ചേട്ടനും മോനും കൂടിയിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ നിന്നിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും കൂടി സമാധി സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ നടന്ന് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു ചമ്മലായിരുന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് അങ്ങ് പോയി. എനിക്കൊരു ചമ്മലാണ് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുക. ഞാനങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി വരുമ്പോഴത്തേക്കും അവിടെ ആദ്യം ലെഫ്റ്റ് സൈഡിൽ ആണ് ശാരദാ മഠം ഉള്ളത്. അവിടെ വെച്ചാണ് കല്യാണങ്ങളൊക്കെ നടക്കുന്നത്. അതിനുവേണ്ടി ഫ്രണ്ടിലൊക്കെ നിറച്ച് ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് പോയി തൊഴുവാം. പിന്നെ ഞാനങ്ങോട്ടോട്ട് പോയിട്ടില്ല. നടയൊക്കെ അടച്ചോന്നും അറിയത്തില്ല. ഞാനങ്ങ് ഫ്രണ്ടിലോട്ട് പോയില്ല. വീഡിയോ എടുക്കാമോ എന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് എത്തുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ശാരദ മഠത്തിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല ഭംഗിയായിരുന്നു. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഹാരങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇനി നട അടയ്ക്കാനുള്ള ഇതായിരുന്നോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഇങ്ങനെ സ്റ്റെപ്പുണ്ട്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിലൂടെ എക്സിറ്റും അകത്തോട്ട് കയറി പോകുന്നത് ലെഫ്റ്റ് സൈഡിലൂടെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി നടന്ന് മുകളിലോട്ട് കയറി പോകണം. ഏറ്റവും മുകളിലാണ് സമാധി സ്ഥലം. അപ്പം നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ബോധാനന്ദ സ്വാമിയുടെ സമാധി മന്ദിരം ഉണ്ട്. ഞാനിത് ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ 2 സൈഡിലായിട്ടും ബോധാനന്ദ സ്വാമിയെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ അനന്തഗാമിയായി അഭിഷേകം ചെയ്ത പുണ്യാത്മാവ്, 1883 ചിറക്കലിലാണ് ജനിച്ചത്, സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ധർമ്മ ഭടസംഘം രൂപീകരിച്ച മഹാത്മാവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 1928 സെപ്റ്റംബർ 24 സമാധിയായത് എന്നൊക്കെ എഴുതി ഇങ്ങനെ 2 സൈഡിലായിട്ട് വച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ മോനാണ് ഈ സമയത്ത് ക്യാമറ എടുക്കുന്നത്. അപ്പോൾ അവനൊരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൻ്റെ അടുത്ത് നടന്നുകൊണ്ട് വീഡിയോ എടുത്തോളൂ എന്ന് ഞാനിങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് മുകളിലോട്ട് കയറി പോകണം. എല്ലാവരും കയറി പോകുന്നുണ്ട്. അങ്ങനെ നടന്ന് കയറി പോവുകയാണേ.
മുകളിലെത്തുമ്പോൾ ഇതാണ് ഗുരുദേവൻ്റെ സമാധി സ്ഥലം. ഇത് ഫ്രണ്ട് വശമാണ്. ഫ്രണ്ടിലിങ്ങനെ മരമൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കത്തില്ല. അകത്തോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയ സമയത്ത്. അങ്ങനെ ഞാനിങ്ങനെ ചുറ്റാകെ നമുക്ക് നടക്കാനായിട്ട് പറ്റും. അങ്ങനെ നടന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. നമുക്ക് അകത്ത് കയറി തൊഴുവാം, പ്രാർത്ഥിക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നട അടച്ചത് കൊണ്ട് നമുക്ക് അകത്തോട്ട് കയറി പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുരുദേവൻ്റെ സമാധി സ്ഥലം. അപ്പോൾ അവിടെ ഇങ്ങനെ ചുവരിലൊക്കെ ഓരോ വാചകങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു നമുക്ക് എന്താണ് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നത്തില്ലേ, അങ്ങനെ ആവണം എന്നൊക്കെ ഇങ്ങനെ തോന്നും നമുക്കത് വായിക്കുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇതാ ഇവിടെ മദ്യപാനിയെ അവൻ്റെ ഭാര്യ, അച്ഛൻ, അമ്മ, സഹോദരൻ, ഈശ്വരൻ ഇവർ വെറുക്കുന്നു, അതുകൊണ്ട് ആരും മദ്യം ഉപയോഗിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. സ്ത്രീകൾ എഴുത്തറിഞ്ഞാൽ മാത്രം പോരാ, ഗൃഹഭരണത്തിന് തക്ക യോഗ്യതയും ഉണ്ടായിരിക്കണം. അവർ തെറ്റിയാൽ ആകെ കുഴയും, അവർ ശരിയായാൽ സർവ്വവും ശുഭം. ഇങ്ങനെയൊക്കെയുള്ള കുറേ വാചകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരമാവട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ താഴേക്ക് ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ മുന്നോട്ട് നടന്നിട്ട് റൈറ്റിലോട്ട് തിരിയുമ്പോഴത്തേക്കും നമ്മുടെ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന കസേര, കട്ടിൽ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ആ ഒരു പറമ്പെന്ന് പറഞ്ഞില്ലേ, അതായത് ഞങ്ങളിവിടെ പറമ്പെന്നാണ് പറയുന്നത്, ഇങ്ങനെ കടകൾ മാത്രമായിട്ടുള്ള സ്ഥലം. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ പാനിപ്പൂരി, ബേൽപൂരി, പാവ് ബജി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ നിന്ന് എന്താണ് പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഇല്ലേ, അത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ പാനിപ്പൂരി വീട്ടിലുണ്ടാക്കുവേ, പക്ഷെ ആ ഒരു ടേസ്റ്റ് അതിനുണ്ടായിരുന്നില്ല. മോൾക്ക് വലിയത് ഇതായിരുന്നു അവിടെ നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ കഴിച്ചപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നൊരു ടേസ്റ്റൊന്നും അതിനുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നു വന്നപ്പോഴത്തേക്കും മോന് അവിടെ ഒരു എന്താണ് ഇങ്ങനെ ടീഷർട്ടും ട്രൗസറും ഒക്കെ വിൽക്കുന്ന ഒരു കട, ഒന്നല്ല ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവന് റൊണാൾഡോയുടെ ഒരു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 160 140 എത്ര രൂപയായി അതിന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ മോനും മോതിരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങാനായിട്ട് വന്നപ്പോൾ ഇങ്ങനെ കമ്മൽ കട കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ. ഇങ്ങനെയൊന്നുമുള്ള സാധനങ്ങളൊന്നും അധികം ഉപയോഗിക്കില്ല. മോക്കും വലിയ താല്പര്യമൊന്നുമില്ല. അവൾ ആകെപ്പാടെ ഇടുന്നത് ഒരു മോതിരമാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് വാങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് അവിടുത്തെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വഴിയിൽ അന്യ സംസ്ഥാന ആൾക്കാരൊക്കെ ഇല്ല, അവരിങ്ങനെ ഇത് വെള്ളിയാണോ എന്ത് ഇതാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഇങ്ങനെ മുത്തുകൾ വെച്ചിട്ടൊക്കെയുള്ള കുറേ കൊലുസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോയപ്പോൾ കുറച്ച് വെള്ളം ദാഹിച്ചപ്പോഴത്തേക്കും അവിടെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരിതാണ്, എന്തോ ഇങ്ങനെ ഗ്ലാസ്സിൽ സർബത്ത് പോലെ ഒരു സംഭവം, അതിങ്ങനെ പുകയും ഇങ്ങനെ തിളച്ച് മറിയുന്ന പോലെ, ഡ്രൈ ഐസ് ഇട്ടതാണെന്ന് തോന്നുന്നു. അതിന് എന്തോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഗ്ലാസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ 4 പേരും കൂടി കുടിച്ചു. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ 4 പേർക്കും കൂടി വാങ്ങിയാൽ ചിലപ്പോൾ വേസ്റ്റ് ആവുമല്ലോ. അതുകൊണ്ട് വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ 4 പേരും കൂടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ വലിയൊരു ഹോളുണ്ട്. ആ ഹോളിൽ വെച്ചിട്ടാണ് ശിവഗിരിയുടെ ഓരോ പ്രോഗ്രാമുകളും നടക്കുന്നത്. പണ്ട് ചേട്ടൻ പല പ്രോഗ്രാമുകൾ കാണാൻ, കവി സമ്മേളനം പോലുള്ള പല പ്രോഗ്രാമുകൾ കാണാനും ഇവിടെ വന്നിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് അറിഞ്ഞത് ഇന്നിവിടെ നവ്യ നായരുടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന്. അങ്ങനെ ഞാനും ഓടിച്ചെന്ന് അവരുടെ ഒരു വീഡിയോ എടുത്തതാണ്. നല്ല ക്രൗഡായിരുന്നു ആ സമയത്ത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിൽക്കുവാണ്. മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് നല്ലൊരു ക്രൗഡിനെ കാണുമ്പോൾ. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അല്ലേ? ഞങ്ങളെല്ലാ കലാകാരന്മാർക്കും വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. 1-ാം തീയതിയായിട്ട് അല്ലെങ്കിൽ പുതിയ വർഷമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഒരു പെർഫോമൻസ് ചെയ്യാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും. അതുപോലെ തന്നെ ശിവഗിരി ഇവിടുത്തെ സ്വാമിമാരോട് താങ്ക് യു ഒന്നും പറയാറില്ല, എന്നാലും ഔപചാരികമായി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പരിപാടിയിൽ
എന്ത് അവതരിപ്പിക്കണം ആദ്യത്തെ ഇനം എന്നുള്ളത് മനസ്സിലിങ്ങനെ വലിയൊരു ചിന്തയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സ്വാമിജിമാരെയൊക്കെ ബഹ്റിനിൽ വെച്ച് കണ്ട് അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും അവരോടൊപ്പം ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ ഗുരുനാഥനെ പറ്റി വലിയ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം എൻ്റെ മനസ്സിൽ അദ്ദേഹം ഒരു സോഷ്യൽ റിഫോർമർ മാത്രമായിരുന്നു, മറിച്ച് ഇത്രയധികം ജ്ഞാനിയും ഇത്രയധികം ദൈവസിദ്ധികളുമുള്ളൊരു മഹാത്മാവാണെന്നുള്ളത് ഒരുപക്ഷെ അവരൊക്കെ പറയുമ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ കഥകൾ പലതും കേട്ടപ്പോഴാണ് ഞാൻ എന്താ പറയുക, ആശ്ചര്യം കൊണ്ട് ഒരു നിമിഷം നിന്നുപോയി. അങ്ങനെ നവ്യ നായർ കുറച്ച് ഒന്ന് സംസാരിച്ചതിന് ശേഷം അവരുടെയും നവ്യയുടെയും ടീമിൻ്റെയും ഡാൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരമേ കാണാനായിട്ട് നിന്നുള്ളൂ, ഒത്തിരി നേരം നിന്ന് കാണാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഏകദേശം 10-11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളിങ്ങ് തിരിച്ച് പോരുകയാണ് ചെയ്തിരുന്നത്. ഗുരുദേവൻ രചിച്ച ഒരു പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള നൃത്ത ചുവടുകളാണ് അവിടെ നവ്യയും സംഘവും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏത് പുസ്തകമാണെന്ന് ഞാൻ മറന്നുപോയി, അന്നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഓർക്കുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പതിയെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അന്നേരത്ത് കുറച്ച് വെട്ടം ഉണ്ടായിരുന്നു, എങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. വണ്ടി കുറച്ച് ദൂരെയല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അപ്പോൾ സ്റ്റിൽ ദെൻ ബൈ ഫ്രം സിൻസി. ബൈ ബൈ.